നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടിട്ട് നിങ്ങൾ മൂന്നുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം പറയണം. എത്രയും വേഗം പറയുന്നു അത്രയും നല്ലത്. മറുപടി അനുകൂലമായിരിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ. നമുക്കിടെ ഇങ്ങനത്തെ മുഖവരുടെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ആവശ്യമുണ്ട്. അത് നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ബോധ്യപ്പെടുത്തി. ശരി ശരി ചേച്ചി, കാര്യം പറ. നമ്മുടെ ഈ വീടും ഹോട്ടലിൽ നിൽക്കുന്ന ഭൂമിയും അമ്മയുടെ പേരിലല്ലേ? അതിന് എന്റെ വിഹിതം എത്രയാണെങ്കിലും അത് എന്റെ പേരിൽ എഴുതി തരണം. മൂന്ന് പേരുടെ മുന്നിൽ ഇക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ശാലിനി കൂടി വിളിച്ചു വരുത്തിയത്. ആലോചിച്ചൊരു തീരുമാനം ഉടനെ അറിഞ്ഞാൽ കൊള്ളാം. ശരി ചേച്ചി, നിക്ക്. ശരി ചേച്ചി, എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനാ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി ചേച്ചി, ഇതുവരെ നമ്മൾ 4 പേരും ഒറ്റക്കെട്ടായിരുന്നു. ഈ ഹോട്ടലും വീടും അത് നിൽക്കുന്ന ഭൂമിയൊന്നുമല്ല നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ സ്വത്ത്. നമ്മള് മക്കള് തമ്മിലുള്ള ഒരുമയാ. ഈ ഭൂമി വെട്ടിമുറിക്കാന്ന് വെച്ചാ ആ ഒരുമ തകർന്നു എന്ന് അതിനർത്ഥം. ഇന്ന് ശാരദാമ്മയുടെ മക്കളെ നോക്കി പഠിക്കാൻ പറയുന്നവര് നാളെ നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കും. ശാരദാമ്മയുടെ മക്കളുടെ ജീവിതം കണ്ടുപിടിക്കാൻ അല്ല ആര് പറയുന്നെന്ന്? അതൊക്കെ അങ്ങ് പണ്ട്. ഞാനും നീയുമൊക്കെ ഈ താലിമാല എന്നുള്ള കുരുക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ ശാരികയുടെ ജീവിതം നോക്കി പഠിച്ചാ എവിടെയാ എത്തുക? ഒരു കൊക്കയുടെ വിളിമ്പിലോ ഒരു കയർക്കുരുക്കിന് മുന്നിലോ. പിന്നെ നിനക്ക് മുന്നിലൊരു ജീവിതമുണ്ട്. സിവിൽ സർവീസ് എഴുതി കളക്ടർ ആവാം. പിന്നെ ദേ ഇവൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഒരു ടെസ്റ്റ് എഴുതിയ LD ക്ലർക്കായിട്ടെങ്കിലും ജോലി കിട്ടും. സ്വന്തമായ ഒരു ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ഭർത്താവിന്റെയോ സ്വന്തം വീട്ടുകാരുടെയോ ആരുടെ മുമ്പിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി കയറ്റിയിട്ട് ഞാൻ അപ്പോഴത്തെ ഒരു വികാരത്തിന് ചെയ്തു പോയതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശാലിനി. ഉറ്റവരടുത്ത് നിന്ന് മനസ്സ് മുറിപ്പെടുമ്പോ അതിനേക്കാൾ വലിയ വേദന ഉണ്ടാവുക. മൂർച്ചയുള്ള വാക്കുകൊണ്ടാണെങ്കില് ഒരു മാപ്പിനും ആ മുറി ഉണക്കാൻ പറ്റില്ല. ഇങ്ങനെ പലതും കണക്ക് കൂട്ടി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. അതിന് എനിക്ക് മാറ്റമില്ല. കുഞ്ഞേച്ചി എന്തിനാ ഇവരുടെ അടുത്ത് കെഞ്ചാൻ പോകുന്നേ? കെഞ്ചുകയും യാചിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലേ അത് അന്തസ്സുള്ളവരുടെ മുമ്പിൽ വേണം, അല്ലാതെ ഇതുപോലെ നാണം കെട്ട ജന്മങ്ങൾക്ക് മുമ്പിലല്ല. മോളെ ശ്യാമേ, അമ്മയൊന്നും ചുമ്മാ ഇരുന്നേ. ഇവരുടെ പ്രശ്നം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആര് നന്നാവുന്നത് കണ്ണി പിടിക്കത്തില്ല. ഞാനും കുഞ്ഞേച്ചിയൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഭയം. അതിനിടെ സ്വത്തും കൂടി വെട്ടിക്കേറിയ അമ്മയുടെ കണ്ണീരും കൂടി ഇവർക്ക് കാണാം. തൃപ്തിയാവട്ടെ അവർക്ക്. എപ്പോഴും എന്റെ നാവടക്കുന്ന പോലെ ഇവിടെ എന്റെ നാവടക്കാന്ന് കുഞ്ഞേച്ചി കരുതണ്ട. എനിക്കും കൂടി അവകാശപ്പെട്ടതാ ഈ സ്വത്ത്.
അതുകൊണ്ടത് വെട്ടിക്കീറുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതേ ഇവര് കേക്കണം. എടി ഹ, അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, നല്ല ജീവിതമില്ലെന്നൊക്കെ. ഒരു പാവം ചായക്കടക്കാരിയാ ദേ എന്റെ അമ്മ. മക്കളിൽ ഒരാളെ കോളേജ് ലെക്ചർക്ക് കെട്ടിച്ചു കൊടുക്കാന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ടും അമ്മ ആ ഭാര്യ എടുത്ത് തലയിൽ വെച്ചു. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് പറയണോ അമ്മേ? എടി നിങ്ങൾ ചിലപ്പോ പറയുമായിരിക്കും 30 പവന്റെ സ്ത്രീധനം കൊടുത്ത് ആ ബന്ധം ഉറപ്പിച്ചില്ലല്ലോ എന്ന്. അതിലും വലിയ തുകയാ രാജീവ് സാറ്, നിങ്ങളുടെ ഭർത്താവ്, അയാളുടെ അമ്മയ്ക്കും അമ്മാവനും കൊടുത്തത്. 18 ലക്ഷം, അതും നിങ്ങൾ ഒറ്റ ഒരാൾക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങൾ അയാളോട് എന്താ ചെയ്തത്? തല്ലി ഇറക്കി. LD ക്ലർക്കിനേക്കാളും ഒരുപാട് ശമ്പളമുണ്ട് കോളേജ് ലെക്ചർക്ക്. പഠിപ്പില്ലാത്ത പെണ്ണുങ്ങള് മര്യാദയ്ക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി നല്ല വീട്ടമ്മമാരായി കഴിയുക ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതാണോ ചെയ്തത്? സ്വന്തം ഭാവി തന്നെ തല്ലി തകർത്തിട്ട് ഇവിടെ വന്ന് സ്വത്തിനു വേണ്ടി കുറയ്ക്കുന്നോ? ഇതിന് ഭേദം പോയി ചത്തൂടെ? എന്താണ് പറഞ്ഞത്? അമ്മ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. നിന്നെ ഞാൻ വീടിശാലിനി. ചേച്ചി ചേച്ചി നിക്ക്. ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചി കഥ അടക്കരുത്. ചേച്ചി ചേച്ചി തുറക്ക്. ചേച്ചി ചേച്ചി വാതില് തുറക്ക്. ചേച്ചി തുറക്ക്. ചേച്ചി എടി തല ഇരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മംഗലശ്ശേരിക്കാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു ബന്ധം. അല്ല, ശ്രീകുട്ടി പറഞ്ഞത് സത്യമാണോ മോളെ? അയ്യോ, ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്ന കഥ ഞാൻ അറിയാതെ പോയി. ആക്ച്വലി ഇനിയൊന്നും നോക്കാനില്ലല്ലോ. നമുക്ക് ഈ വിവാഹം നടത്തിയാലോ? സഞ്ജനയുടെ അച്ഛനോട് ഉടനെ സംസാരിക്കണം. എത്ര പെട്ടെന്നാ കവിത ചൂട് മാറ്റിയത്. ഇവിടെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്. അപ്പച്ചി ഒന്ന് നിർത്ത്. ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. സഞ്ജന, സ്വാതി നിന്നെ വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നോ. സഞ്ജു, നീ ആരടി എനിക്ക് പെണ്ണിനെ കണ്ടെത്തി തരാം? വിവാഹ ബ്രോക്കറോ? മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം. ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് നീ എനിക്ക് ആരുമല്ല. നീ ഒരു ആപത്തിൽ ചെന്നപ്പെട്ട ജീവൻ കളഞ്ഞ് ഞാൻ നിന്നെ രക്ഷിക്കും. അതൊരു ഫ്രണ്ടിനോടുള്ള എന്റെ കടപ്പാടാ. പക്ഷേ എന്റെ പ്രണയത്തിൽ നീ തുടരുത്. സഹിക്കില്ല ഞാൻ. എന്റെ ജീവിതത്തിൽ സ്പർശിക്കാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്റെ പെണ്ണും എന്റെ കാമുകിയും എന്റെ ഭാര്യയും എല്ലാം എല്ലാം എനിക്കെന്റെ സ്വാതിയാ. ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിന്നിറങ്ങിപ്പോ. നിനക്കിവിടെ സ്ഥാനമില്ല. അധികപ്പറ്റായി നിൽക്കാതെ ഇറങ്ങി പോവാനാ പറഞ്ഞ.
നിനക്ക് എന്താ സഞ്ജു ഭ്രാന്ത് പിടിച്ചോ? അതെടി, എനിക്ക് ഭ്രാന്ത. നീ എന്നെ ഭ്രാന്തനാക്കിയത്. എന്റെ 2 കാലുകളും മുറിച്ചു കളയാനാ ഡോക്ടർ പറഞ്ഞത്. ഒരു മാംസപിണ്ഡമായി മാറിയ എന്നെയാണോ നീ ആഗ്രഹിക്കുന്നത്? പറയാൻ. അയ്യോ, കൊച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയുടെ വിധി നമ്മുടേത് കൂടിയാ. പക്ഷേ അത് അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത്? സഞ്ജുവിന്റെ കല്യാണക്കാരിയാണോ? അത് ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. അവന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ വിധി സമ്മാനിക്കരുത്. ഇനി ഈ ജന്മം എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല. ശ്രീകുട്ടിയെ എന്റെ മകളായിട്ട് തന്നെയാ ഈ നിമിഷം വരെ ഞാൻ കാണുന്നത്. എന്റെ കുട്ടിക്ക് തന്നെയാ ഈ ആപത്തുണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോവരുത്. ഇവിടെ ഒരു കുഞ്ഞിക്കാലി പിറന്ന് കാണണം. കാവേരിക്കോ അതിന് കഴിഞ്ഞില്ല. ഇനിയുള്ള ഏക പ്രതീക്ഷ സഞ്ജുല. അത് മനസ്സിലാക്കാൻ ശ്രീകുട്ടിക്ക് കഴിഞ്ഞു. നമ്മളും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ഈ കുടുംബം എന്നും നിലനിന്ന് പോവാൻ വേണ്ടിയാണെന്ന് തന്നെ കരുതണം. സഞ്ജുവിന് ഒരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അവന് വേണ്ടിയിട്ടല്ല, മംഗലശ്ശേരിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാ. സഞ്ജു എന്ന ഒറ്റ പ്രതീക്ഷയിൽ ഇവിടെ എല്ലാവരും കഴിയുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവനൊരു ജീവിതം ഉണ്ടായേ പറ്റൂ. ശ്രീകുട്ടിയല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കില്ല എന്ന് അവൻ വാശി പിടിക്കുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുകയല്ല ഒരമ്മ എന്ന നിലയിൽ ശ്രീദേവി ചെയ്യേണ്ടത്. ഞാനിങ്ങനെ അവരെ ഉപദേശിക്കും കവിത. ശ്രീദേവിക്കല്ലാതെ അവനെ കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ആർക്ക് കഴിയും? ശ്രീദേവി ഈ കുടുംബത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമയത്. അമ്മയുടെ വാക്കിനുപുറം സഞ്ജുന് മറ്റൊന്നുമില്ല. ശ്രീകുട്ടിക്ക് ഒരു മനംമാറ്റം ഉണ്ടാവുമെന്ന് ഇവിടെ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ ഈ സംസാരം തൽക്കാലം നിർത്തിപ്പോവാം. അവൾ അതിന് തയ്യാറാവില്ല. പ്രഭയോ കാഞ്ചനയോ അവള് പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുകയില്ല. എന്റെ കുട്ടികളുടെ ജീവിതം എങ്ങും എത്താതെ പോയല്ലോ എന്റെ ദൈവമേ. ഇനി സംഭവിക്കാൻ പോകുന്നത് പ്രഭേട്ടനും വല്യേച്ചിയും ശ്രീകുട്ടിയുമായി നമ്മളെ വിട്ടുപോകും. ഇവിടെ നിൽക്കാൻ താല്പര്യക്കുറവ് കാട്ടുന്നത് ശ്രീകുട്ടി തന്നെയായിരിക്കും. അമ്മുന്റെ കാര്യം വെറുതെ ഒന്നും പ്രഭേട്ടൻ പറഞ്ഞതല്ല. അവര് 3 പേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ പറഞ്ഞത്. അവിടെയും പ്രഭേട്ടൻ അടിവരയിട്ട് പറഞ്ഞത് ഒരു കുഞ്ഞിന്റെ കാര്യമാണ്. ശ്രീകുട്ടി വിവാഹത്തിന് മനസ്സ് കാണിച്ചാൽ തന്നെ മംഗലശ്ശേരിക്ക് അനന്തരാവകാശിയായി ഒരു കുഞ്ഞിന് ദത്തെടുക്കേണ്ട ഗതികേട് വരില്ലേ? അത് പ്രഭേട്ടനും ശ്രീകുട്ടിക്കും അറിയാം. ശ്രീകുട്ടി സഞ്ജനയുടെ പേര് പറഞ്ഞപ്പോ ഞാൻ അനുകൂലിച്ചത് ഒന്നും ഓർക്കാതെയൊന്നുമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗാർഗി, ഇനി നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്. സത്യമായിട്ട് പറയണം.
ഞാൻ വിശാൽ ബ്രോയോട് നുണ പറഞ്ഞിട്ടില്ല, പറയൂല്ല. ചോദിക്ക്. അച്ഛന് നേരെ ഉണ്ടായ വധശ്രമത്തിനെ കുറിച്ച് നീ പറഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ അതോ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ബ്രോ, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. എന്റെ ഒരു പ്രോഗ്രാമിന്റെ ചില ഗ്രാഫിക്സ് വർക്കുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു. തിരിച്ചു വന്നപ്പോ ചെറിയമ്മ എന്നോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും. പക്ഷേ കൃത്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ ബ്രോ. ആ, ചെറിയമ്മയുടെ നീ വിളിക്ക. അവളെ ഞാൻ കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അയച്ചിരിക്കുക. ഗോപിയുടെ പേരിൽ ഒരു നിറച്ചാർത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. അതിന് രാധികേച്ചി പറഞ്ഞു വിട്ട എന്തിനാ? എന്നോട് പറഞ്ഞ ഞാൻ പോവായിരുന്നല്ലോ. ഇവിടുത്തെ പൂജാമുറിയിൽ കത്തിച്ചൊഴിയുന്ന ആരതി തൊട്ടുവണങ്ങാൻ മടിക്കുന്നവളാ നീ. അവൾ ആ ക്ഷേത്രത്തിൽ നിറച്ചാർത്ത് നടത്താൻ പോകുന്നത്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ പരസ്പരം പഴിചാരുന്ന കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സത്യം അറിയണം. ബ്രോ, ഒരു കാര്യം സത്യമാ. അച്ഛന്റെ മുറിയിലേക്ക് എന്നെയോ പാർവതിയോ കയറാൻ അമ്മയോ ആന്റിയും സമ്മതിക്കില്ല. ആ പ്രതാപൻ അങ്കിൾ അതിന് സപ്പോർട്ടുവാ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മുറിയിലോട്ട് കയറാറില്ല. വിലക്കുണ്ടെങ്കിലും പാർവതി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അവളിൽ നിന്നാ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ആരാ ഈ ഗൂഢാലോചന നടത്തുന്നത്? എന്താ അവർക്ക് വേണ്ടത്? അത് ഞാൻ പറയില്ല ബ്രോ. ഊഹം മാത്രമാ. വ്യക്തമായൊരു തെളിവില്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലല്ലോ. സത്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ആളാ അവിടെ തളർന്നു കിടക്കുന്നത്. എനിക്കറിയാം അച്ഛമ്മേ. പക്ഷെ ഗോപി അസുഖം ഭേദമായി എഴുന്നേറ്റ് വരട്ടെ മോനെ. അതുവരെ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. Wish, you should have done what you could have done. വിശാൽ സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അച്ഛനറിയാം. അച്ഛമ്മ പറഞ്ഞതാ ശരി. അച്ഛന് ഭേദമാകാൻ എന്താണോ വേണ്ടത് അത് ചെയ്യണം സർ. അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ. ഹലോ സർ. വിപിനോടെത്തി സർ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സർ. പക്ഷേ ചിലർ എന്റെ പുറകെ കൂടിയിട്ടുണ്ട് സർ. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല സർ. സർ, പക്ഷെ അവർ എന്നെ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്. വിപിൻ പേടിക്കണ്ട. എന്തു വന്നാലും വണ്ടി നിർത്തരുത്. ഓക്കെ സർ. ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്തോളാം കേട്ടോ. ഞാൻ ഫോളോ ചെയ്തോളാം. ഡോണ്ട് വറി. ഓക്കെ. ഓക്കെ. ശരി. ഈ ലൊക്കേഷൻ GPS-ലുണ്ട്. ഇത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ സർ. ഒന്ന് ഫാസ്റ്റായി പോണം.
ഇത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു. മഷിയിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ 18ാമത്തെ അടവ് തന്നെ പുറത്തെടുത്തു. ഒരു കയറുമായിട്ട് മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് ആ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിൽ കെട്ടി തൂങ്ങി ചാവൂന്നങ്ങ് പറഞ്ഞു. അത് കേട്ടാ മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാലോ. മുത്തശ്ശൻ തന്നെ അമ്മയോട് ഫോൺ എടുത്ത് കൊടുക്കുന്ന് പറഞ്ഞു. ഇത് തരുമ്പോ അമ്മയുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. എന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. നല്ല ഫോണല്ലേടി? നോക്കട്ടെ. അടിപൊളിയാ. ഇത്രയും നല്ല ഫോൺ വാങ്ങി എനിക്ക് കൊടുത്തയക്കണമെങ്കിൽ വിപിൻ സാറിന്റെ മനസ്സിൽ എന്നോട് എന്തോ ഒരു ഇതുണ്ടാവില്ലേ? അത് ചോദിക്കാനുണ്ടോ? അയാൾക്ക് നിന്നോട് അതുണ്ട്. ഈ ഫോണിൽ നിന്ന് വിപിൻ സാറിനെ തന്നെ എനിക്ക് ആദ്യം ഒന്ന് വിളിക്കണം. ഫോൺ വിളിക്കുന്നതിനെ സിം കാർഡ് വേണം. അതിനു മുൻപ് ഇത് ചാർജ് ചെയ്യണം. ഈ സിം കാർഡേ എവിടുന്നാ കിട്ടുക? നിന്റെ ആധാർ കാർഡും എടുത്ത് മൊബൈൽ കടയിൽ പോയാ മതി. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. നീ വരില്ല എന്റെ കൂടെ? കരിമ്പിൻ ജ്യൂസ് വാങ്ങിത്തരണം. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പൊ വരാം. അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ആധാർ കാർഡ് എന്തിനാടിയെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിനുള്ള മറുപടി നീ പറഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവാ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അഖിൽ സാർ എനിക്ക് തന്ന സ്നേഹമൊക്കെ ഒരു ഭാര്യയുടെ പൂർണ്ണ അധികാരത്തോടെ നാളെ മുതൽ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. എടാ കണ്ണ, നിനക്കിന്ന് ഈ അമ്പലത്തിലാണോ ഡ്യൂട്ടി? എന്തായാലും നിന്നെ കണ്ടത് നന്നായി. ശ്യാമയ്ക്ക് നിന്നെ കാണണമെന്നും പറഞ്ഞിരിക്കായിരുന്നു. ഞാൻ ശ്യാമയെ വിളിക്കാം. നീ നിക്ക്. വേണ്ട അഖിൽ സാറേ, ചേച്ചി പ്രാർത്ഥിക്കട്ടെ. സാറ് ബൈക്കിലാണല്ലേ വന്നത്? വണ്ടി ഓടിക്കുമ്പോ സാറ് സൂക്ഷിച്ചോണം ഓടിക്കാൻ. വളരെ സൂക്ഷിക്കണം. വണ്ടി എങ്ങനെ ഓടിക്കണമെന്നേ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാനേ ശ്യാമയെ വിളിക്കട്ടെ, നീ നിക്കേ. ശ്യാമയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. സാറേ വേണ്ട സാറേ, ചേച്ചി ഇനി ഒരിക്കൽ കാണാം. നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. നീ ഓരോ നമ്പർ ഇറക്കണ്ട. ഞങ്ങളുടെ വിവാഹമൊക്കെ നാളെ കഴിയും. നീ നിക്ക്, ഞാൻ ശ്യാമയെ വിളിക്കട്ടെ. ഇതെവിടെ പോയി? ശ്യാമേ, വന്നേ. സാർ ഇതെവിടെ പോയതാ? വന്നേ, ഞാൻ പറയാറില്ലേ കണ്ണൻ. അവന്റെ അവിടെ ഉണ്ട്. വാ. അയ്യോ, അവനെ എനിക്കൊന്ന് കാണണം. വാ. ഇതെവിടെ പോയി? എവിടെ? അവൻ വീണ്ടും പറ്റിച്ചു. വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ ഓടിക്കണമെന്ന് ഉപദേശിച്ചിട്ട് കക്ഷി അങ്ങ് പോയോ? കണ്ണാ, കണ്ണാ. ചേടാ, ഇതിവന്റെ സ്ഥിരം പരിപാടിയാണെന്നേ.
കണ്ണാ താമ്പ നമുക്ക് പോവാം. വാ. എന്നാൽ ഇവനിത് എവിടെ പോയി? വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിൽ സാർ ശ്യാമേ, എഴുന്നേക്ക്. ശ്യാമേ, എന്തെങ്കിലും പറ്റിയോ? സർ, ആ വാൻ മനഃപൂർവ്വം പോലെ. എന്താ സർ? എന്താ? ആ കണ്ണന്റെ വിളി കേട്ടിട്ടാ ഞാൻ വണ്ടി വളച്ചത്. ആ കണ്ണൻ നമ്മളെ രക്ഷിച്ചു. അവൻ എവിടെയോ ഒളിച്ചു നിന്നതാ. അവൻ നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ദൂരെ നിന്ന് വിളിച്ചു. അങ്ങനെ എനിക്ക് വണ്ടി വെട്ടിക്കാൻ തോന്നിയത്. പക്ഷെ ഞാനൊന്നും കേട്ടില്ലല്ലോ. അവൻ എവിടെയാ? എനിക്കും കാണണം. അവൻ എങ്ങോട്ട് പോയി? നമുക്കവനെ കാണാം. ആ കണ്ണനെ ഞാൻ തന്റെ മുമ്പിൽ കൊണ്ടുവരും. സർ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എനിക്ക് പക്ഷേ സന്തോഷാ തോന്നുന്നേ. സത്യം, ഇങ്ങനെയൊന്ന് സംഭവിച്ചതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിയത്, എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയത്. സർ, സാറിന് വല്ലതും പറ്റിയോ? പറഞ്ഞില്ലേ, നമ്മള് രണ്ടുപേരും സേഫാ. ഒന്നും പറ്റിയില്ല. എന്റെ കൃഷ്ണൻ നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ചു. ഞാൻ വല്ലാതെ സന്തോഷിച്ച ദിവസമായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? ഞാനത് ഇപ്പോഴും സന്തോഷിക്കുക. നമ്മുടെ അടുപ്പം വല്ലാണ്ട് കൂടിയ ദിവസം. എന്നാലും ആ വാൻ എന്തിനാ നമ്മുടെ നേർക്ക് പാഞ്ഞു വന്നത്? അതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കും. സർ. എന്താ ശ്യാമേ? സർ, നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ പുറകെ ആ വാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് കണ്ടതാ. ഈ വാൻ ഉണ്ടായിരുന്നു. സർ, ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. ജഗന്നാഥൻ അയാള് ചതിച്ചതാണോ? സർ, നമുക്ക് പോവാം. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. മാത്രല്ല, നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നടക്കുക. നമുക്ക് പോവാം. ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട്. നമുക്ക് പോവാം. എന്തായാലും നടന്ന സംഭവങ്ങളൊന്നും ആരും അറിയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ നമുക്ക് വലുത് അച്ചൂട്ടന്റെ ആരോഗ്യമാണ്. അതിന് ഇങ്ങനെ ഒരു നേർച്ച നടത്തിയേ തീരുമെന്ന് ജോത്സ്യം പറഞ്ഞ എന്ത് ത്യാഗം സഹിച്ചും നമ്മളത് നടത്തിയേ പറ്റൂ. നടത്തും ഞാൻ. ചേച്ചിക്ക് ഇതെന്താ പറഞ്ഞിട്ടും മനസ്സിലാവാത്തെ? ആ കാര്യമായിട്ട് അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞൊന്നും വെച്ച് ചേച്ചി പോയി അപകടത്തിൽ തല വെക്കണോ? ഇനി ഈ പറയും പോലെ ദേവിക്ക് അത്ര വലിയ ശക്തിയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുത്തേണ്ട കാര്യമുണ്ടോ? ആരതി, നീ അത്രയ്ക്കൊന്നും കടത്തി പറയണ്ട. ദേവിയുടെ ശക്തിയിലും കരുണയിലും നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ദേവിയെ കരുതി ചെയ്ത ഒരു വാഗ്ദാനമാ. അത് പാലിക്കണം. പാലിച്ചേ പറ്റൂ. ഇല്ല, ചേച്ചി പോകാൻ ഞാൻ വിടില്ല. ചേച്ചി ട്രിപ്പങ്ങോട്ടേക്ക് പോകണ്ട. ഓരോരുത്തർ ഓരോ അന്ധവിശ്വാസങ്ങളും പറഞ്ഞോണ്ട് വരും, ആൾക്കാരുടെ സ്വൈര്യം കെടുത്താൻ. നോക്കാരതി, കാര്യത്തമ്മ നീ ഇങ്ങനെ അധിക്ഷേപിക്കരുത്.
ഈ നാട്ടിലുള്ളവർക്കെല്ലാം അവരെ ഭയങ്കര വിശ്വാസമാ. ഒരു കാര്യം പറഞ്ഞാ അത് അച്ചട്ടായിരിക്കും. അനുഭവമുണ്ട്. കുഞ്ഞേച്ചി പറയുന്നതിലും ഒരു കാര്യമുണ്ട് വലിയേച്ചി. അവിടെ ചെന്ന് ഇറങ്ങുന്നതിലെ അപകടം വളരെ വലുതാണ്. മേഘനാഥനോ അയാളുടെ ആളുകളോ വലിയേച്ചിയെ കണ്ടുപോയാൽ സംഭവിക്കാവുന്ന അപകടം വളരെ വലുതായിരിക്കും. ശരി, ആയിക്കോട്ടെ. അപകടം വലുതായാലും ചെറുതായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇനിയിപ്പോ ആരതിക്ക് നീയും കൂടി സപ്പോർട്ട് ചെയ്യണ്ട. വലിയേച്ചി പോകണമെന്നോ പോകരുതെന്നോ ഞാൻ പറയില്ല. കാര്യറ്റമ്മ ഓർമ്മിപ്പിച്ച വഴിപാടുകളൊക്കെ നടക്കണം. നമ്മുടെ സുഭദ്രാമയുടെ ഒരു കമ്മിറ്റ്മെന്റ് അത്. പക്ഷേ ഇപ്പൊ നമുക്കത് ചെയ്യാൻ മറ്റാരെങ്കിലും അയച്ചാ പോരെ? വേണമെങ്കിൽ ഈ സീതമ്മയും സുധാകരേട്ടനും കൂടെ പോയി അച്ചൂട്ടിന് വേണ്ടി ഇത് നടത്തിയിട്ട് വരട്ടെ. അതാവുമ്പോ റിസ്ക് ഇല്ലല്ലോ. ഏയ്, അത് ശരിയാവില്ല ആര്യ. നേർന്ന ആള് തന്നെ പോയി നിന്ന് നടത്തേണ്ട നേർച്ചയാണിത്. സുഭദ്രാമ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അത് സാധ്യമല്ലാത്തതാ. അപ്പോ നേർന്ന ആളിന് പകരം അവരുമായി ഏറ്റവും അടുപ്പമുള്ള ആള് നേർച്ച നടത്തണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ബലം ഉണ്ടാവൂ. ഷെടാ, എന്തൊരു വാശിയാണിതെന്ന് നോക്ക്. ചേച്ചിക്ക് പോയേ തീരുമെങ്കിൽ ചേച്ചി പോ. ഞങ്ങളെയൊക്കെ മറന്നിട്ടാണ് ഈ പോക്കെന്ന വിചാരത്തോടെ വേണം പോവാൻ. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഞാൻ വിട്ടു. എന്തു വന്നാലും ആരെന്തു പറഞ്ഞാലും പോയേ പറ്റൂ ആര്യ. നിനക്കറിയാലോ, അവൾ ഒരു എടുത്തുചാട്ടക്കാരിയാ. വേണ്ടി വന്നാ ഞാൻ പോകുന്നതിന് പിറകെ തൃപ്പങ്ങോട്ടേക്ക് അവളും ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കും. അവളെ നീ ഒന്ന് ശ്രദ്ധിച്ചോളണം. അതിനൊന്നും ഒരിക്കലും നീ അനുവദിക്കരുത്, മനസ്സിലായല്ലോ? അത് ഞാൻ നോക്കിക്കോളാം വലിയേച്ചി. പക്ഷേ ഒരു പക്ഷേയും വേണ്ട. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി ഇന്ന് രാത്രിയോ നാളെയോ തന്നെ ഞാനിങ്ങ് വരും. മേഘനാഥനോ അയാളുടെ ആൾക്കാരോ ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ വല്യേച്ചി വിശ്വസിക്കും. സീതമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.